പ്രശാന്ത, കേരള രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപിക്കൊരു സ്പേസ് ഉണ്ട്. നിർഭാഗ്യവശാൽ അത് തിരിച്ചറിയാതെ പോകുന്നത് സുരേഷ് ഗോപി മാത്രമാണ്. പലപ്പോഴും പല വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടുന്നുണ്ട്, പല കാര്യങ്ങളിലും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ തരത്തിൽ ജനങ്ങളിലേക്ക് എത്തുകയോ ചെയ്യുന്നില്ല. ഓരോ രാഷ്ട്രീയക്കാരനും നമുക്കറിയാം, കേരളത്തിലെ കരുണാകരൻ, ഇ കെ നയനാർ, അച്യുതാനന്ദൻ, ഇങ്ങനെ പറയുന്ന ഉമ്മൻചാണ്ടി, പറഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാരുടെ പേരുണ്ട്. ഇവർക്കെല്ലാം അവരുടേതായ ഒരു സ്പേസ് കേരള രാഷ്ട്രീയത്തിൽ അത് അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ നമുക്കറിയാമല്ലോ, അച്യുതാനന്ദനൊക്കെ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ആളുകൾക്ക് ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹത്തിന് വലിയ. പക്ഷേ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു. അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവായ സമയത്ത് ആ റൂട്ട് മാറ്റിപ്പിടിച്ചു. ജനങ്ങളിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള വഴി അദ്ദേഹം കണ്ടെത്തി. ആ പ്രായത്തിൽ മലയൊക്കെ കയറി കാടും കയറി ഓരോ വിഷയത്തിലും ഇടപെടാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം ഒരു സമുന്നതനായ നേതാവായി മാറിയത്. അങ്ങനെയാണ് ഓരോരുത്തരും. ഇവിടെ സുരേഷ് ഗോപിക്കും അങ്ങനെ ഒരു സ്പേസ് കേരള രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് അത് തിരിച്ചറിയുന്നില്ല? അത് ജോണിൻ്റെ ആ ഒരു അസസ്മെൻറ്റ് തെറ്റാ. തിരിച്ചറിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ അറിയുന്നുണ്ട്. പക്ഷേ പിന്നെ അതിനകത്ത് ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് യാതൊരു കോംപ്രമൈസിനും പുള്ളി തയ്യാറല്ല. പുള്ളി ക്ലിയർ കട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വിലയിരുത്തലാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ ജോൺ പറഞ്ഞില്ലേ, വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആൾ. വി എസ് അച്യുതാനന്ദൻ പറയുന്ന ആളിനെ ഒരു കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, വി എസ് ടി വിക്കകത്ത് വരുമ്പോൾ അമ്മയൊക്കെ മൊബൈൽ ഓഫ് ചെയ്യും. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു രീതി, ആ വർത്തമാനം പറച്ചില്ലേ, പുള്ളിയുടെ ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലേക്കുള്ളൊരു കാര്യമായിരുന്നു. അതിനുശേഷം ആ മനുഷ്യൻ്റെ ഉദ്ദേശം എന്താണ്, ആ മനുഷ്യൻ്റെ പോക്ക് എവിടേക്കാണ്, ആ മനുഷ്യൻ ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അദ്ദേഹം ഒരു നേതാവായാൽ ഗുണം ചെയ്യുമെന്ന് കണ്ടാണല്ലോ ഈ വി എസിൻ്റെ പഴയ ഗോഷ്ഠികളിൽ നിന്നും അയാളുടെ രീതികളിൽ നിന്നും അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും ഒന്നും വ്യത്യാസം വരുത്തിയില്ല. പക്ഷേ ജനം അദ്ദേഹത്തെ ഏറ്റെടുത്തു. അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ തിരിച്ചറിഞ്ഞാൽ ജനം ഏറ്റെടുക്കും. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന സുരേഷ് ഗോപി നമ്മളെല്ലാം കാണുമ്പം അല്ലെങ്കിൽ ഗോഷ്ഠി കാണിച്ച് ധാർഷ്ട്യത്തോടു കൂടി നടക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെയുള്ള മാധ്യമങ്ങളെ കാണുമ്പോൾ വർത്തമാനം പറയുന്ന വെട്ടിത്തിരിഞ്ഞു പോകുന്ന സുരേഷ് ഗോപി. ഈ സുരേഷ് ഗോപി ആദ്യം തൃശ്ശൂരിൽ എന്നിറങ്ങിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ തിരസ്കരിച്ചല്ലോ. അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ജനങ്ങൾ അദ്ദേഹത്തെ 1 ലക്ഷം വോട്ടിനടുത്ത് ജയിപ്പിക്കുക. തൃശ്ശൂർ ആൾക്കാർ അവിടെ ഒരു 5 കൊല്ലം നിന്നതുകൊണ്ടല്ല ജോണെ അവിടെ അദ്ദേഹം ജയിക്കുന്നത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് തിരിച്ചറിയാൻ സാധിച്ചു. പറഞ്ഞ മനസ്സിലാണ്. അതുപോലെ തന്നെ ഈ മുനമ്പത്തെ വിഷയം നമ്മൾ നിസ്സാരമായിട്ടല്ല കാണണ്ടേ. 5 കൊല്ലം മുമ്പ് നോട്ടീസ് കൊടുത്തിട്ട് അന്ന് തൊട്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പുറകിലും ഉദ്യോഗസ്ഥങ്ങളുടെയും എല്ലാം പുറകിലും ചെല്ലാവുന്നിടത്തൊക്കെ ആ മത്സ്യത്തൊഴിലാളികൾ ചെല്ലുകയും അന്ന് മുതൽ പ്രതിസന്ധി അനുഭവിക്കുകയും ആരും സഹായിക്കാനില്ലാത്തൊരവസരത്തിൽ ഒരു ദിവസം, ഞാൻ അറിഞ്ഞത് ശരി തന്നെയാണ്, ഒരു ദിവസം അവിടുത്തെ ഒരു പള്ളിയിൽ അച്ഛൻ അദ്ദേഹത്തെ വൈകിട്ട് വിളിക്കുകയാണ്, ഇങ്ങനെ പോലെ ഈ പ്രദേശവാസികൾക്ക് ഇദ്ദേഹം ഇവിടെ ഒന്ന് വരണമെന്നുണ്ട്, കേന്ദ്രമന്ത്രിനെ കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ രീതിയിൽ. അന്ന് വിളിച്ചതിന് ശേഷം അന്ന് വൈകിട്ട് 8:30 മണിയായപ്പം പുള്ളിയുടെ PA വിളിച്ചിട്ട് തിരിച്ചു പറയും, നാളെ രാവിലെ സുരേഷ് ഗോപി അവിടെ എത്തി, 8:30 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപി അവിടെ വരുന്നു. സുരേഷ് ഗോപി 8:30 മണിക്ക് വരുന്നതിനകത്ത് 8:30 മണിക്ക് വരുമെന്ന് പറഞ്ഞു. പുള്ളി വന്നപ്പോൾ 9:30 കണ്ടേ. കാരണം പുള്ളിയെ കൊണ്ടുവന്ന റൂട്ടുകളും കാര്യങ്ങളും ഒക്കെ പോലീസാണല്ലോ റൂട്ട്. അപ്പോഴത്തേന് മുഖ്യധാര മാധ്യമങ്ങൾ മൊത്തം അവിടെ വന്നു. സുരേഷ് ഗോപി അവിടെ നിന്ന് പ്രസ്താവിക്കുകയാണ്, ഞാൻ ഈ പ്രദേശത്തെ ജനങ്ങളുടെ കൂടെ കാണും, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് പോലെ അല്ല. ആ സമരം അവിടം തൊട്ട് വിജയിക്കുക. ആ സമരം ആ സ്പേസ് അദ്ദേഹത്തിനുണ്ടെന്ന് നമ്മൾ പറയുമ്പം ഇവിടുത്തെ ഇതിനകത്ത് വലിയൊരു ഞാൻ ചോദിക്കുന്നത്, ഈ പാർട്ടിയുടെ പിന്തുണ അതായത് കേരളത്തിലുണ്ടോ? ബാക്കി എല്ലാ നേതാക്കന്മാർക്കും ഒരു ഘട്ടത്തിൽ, BS പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ് പാർട്ടിയായിട്ടൊക്കെ അവിടെ വിഭാഗീയതയൊക്കെ വരുന്നത്. ബാക്കി എല്ലാ നേതാക്കന്മാർക്കും, ഇപ്പോൾ കരുണാകരനായാലും ആരായാലും പാർട്ടിയുടെ വലിയ പിന്തുണ കൂടി ജനങ്ങളൊപ്പം ഉണ്ട്. അതേസമയം പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ ജനമൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാർട്ടിയുടെ പിന്തുണയും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ സുരേഷ് ഗോപിക്ക് പാർട്ടി നേതൃത്വത്തിൻ്റെ പിന്തുണ ഉണ്ടോ? അത്തരത്തിൽ കിട്ടും അല്ലേ? ഇതിനകത്ത് വേറെ ചെറിയ കുശുമ്പ് മുന്നായ്മ എന്നുള്ള രീതിയിൽ അതിനെ പറയാൻ പറ്റത്തുള്ളൂ. സുരേഷ് ഗോപിക്ക് പാർട്ടിയുടെ പിന്തുണ ഇല്ലാഞ്ഞിട്ടാണ് സുരേഷ് ഗോപി മേളിൽ നിന്ന് സീറ്റ് മേടിച്ചുകൊണ്ടുവന്നത്. മുകളിൽ നിന്ന് കേരളത്തിലെ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയല്ല സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുന്നത്. സുരേഷ് ഗോപിയെ സുരേഷ് ഗോപി തീരുമാനിക്കുന്നു. ഞാൻ അവിടെ മത്സരിക്കാൻ ഒരു സുപ്രഭാതത്തിൽ ആ സീറ്റ് ഫസ്റ്റ് ക്ലാസ് സീറ്റ് അല്ലാത്ത സമയത്ത് സുരേഷ് ഗോപി അവിടെ തീരുമാനിക്കുന്നു. സുരേഷ് ഗോപി ആദ്യത്തെ പ്രാവശ്യം സുരേഷ് ഗോപിയുടെ മത്സരിക്കുന്നു. അതിനുശേഷം സുരേഷ് ഗോപി തന്നെ തീരുമാനിക്കുന്നത്, ഞാനിവിടെ നിൽക്കുകയാണ്. വേറെ ആർക്കെങ്കിലും അങ്ങനെ നിൽക്കാൻ പറ്റുമോ മണ്ഡലത്തിൽ?
അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ അതാ പറയാം, അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതിയുണ്ട്. സുരേഷ് ഗോപിയെ തൃശ്ശൂരുകാർ തിരിച്ചറിയുന്നതിന് മുമ്പേ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും BJP തിരിച്ചറിഞ്ഞു. അയാൾ എന്താണ് തിരിച്ചറിവ് വിടില്ല. അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം പറയുമ്പോഴും അത് അകത്തൊരു മത്സരം ഉണ്ടല്ലോ. ഞാൻ MLA ആവുന്നെങ്കിൽ BJPക്ക് MLA വേണം, BJPക്ക് MP വേണം. അത് ഞാൻ MLA ആവുമെങ്കിൽ MLA ഉണ്ടായാൽ മതി, ഞാൻ MP ആവുകയാണെങ്കിൽ MP ആയാൽ മതി എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു കാര്യം BJPക്ക് അകത്തുകൊണ്ട്, കോൺഗ്രസിനകത്തുകൊണ്ട്, CPM-നകത്തുകൊണ്ട്. അപ്പോൾ ഇതുപോലെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം അവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം നിൽക്കാൻ തീരുമാനിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ജനം ഇറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ജനം ഇറങ്ങുമ്പോൾ ആ ജനത്തിൻ്റെ കൂടെ ഇവിടുത്തെ പാർട്ടിക്കാരൻ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അതാ ഇവിടെ സംഭവിച്ചത്. ഇവിടുത്തെ പാർട്ടിക്കാർ ഇറങ്ങിയേ മതിയാവത്തുള്ളൂ. അതിന് മുമ്പ് അവിടെ പാർട്ടിക്കാർ ഇറങ്ങിയായിരുന്നല്ലോ. അതിനു മുമ്പ് ഈ 5 കൊല്ലത്തിനപ്പുറം അദ്ദേഹം മത്സരിച്ചപ്പോഴും പാർട്ടിക്കാർ ഇറങ്ങിയായിരുന്നല്ലോ. അദ്ദേഹം നിയമസഭ മത്സരിച്ചപ്പോഴും പാർട്ടിക്കാർ ഇറങ്ങിയായിരുന്നല്ലോ. എന്താ ജയിക്കാൻ? അപ്പോൾ അതിനകത്ത് BJPയെക്കാട്ടിൽ കൂടുതൽ BJPക്ക് അപ്പുറം പ്രദേശത്തെ ആൾക്കാർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് വിശ്വസിച്ചു. ഞാനീ പറഞ്ഞ മുനമ്പത്തെ വിഷയം, നമ്മൾ അതിലേക്ക് വരുന്നത്. മുനമ്പത്തെ വിഷയത്തിനകത്ത് മുനമ്പത്ത് സുരേഷ് ഗോപി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സമരം പ്രതിപക്ഷ നേതാവിന് ഏറ്റെടുക്കേണ്ടി വരുന്നു. നിലപാട് മാറ്റേണ്ടി കുഞ്ഞാലിക്കുട്ടിക്ക് നിലപാട് മാറ്റേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവ് നിലപാട് മാറ്റേണ്ടി വന്നു. മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന സമരത്തിലിരിക്കുന്ന അച്ഛന്മാരോടും അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളോടും സംസാരിക്കേണ്ടി വന്നു. ഒന്നുമില്ലെങ്കിൽ പോലും ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നുവെന്ന് കാര്യമായി. കാരണം കേരളം മൊത്തം ചർച്ചയായി. മത്സ്യത്തൊഴിലാളികളുടെ വിഷയം മത്സ്യത്തൊഴിലാളിക്കപ്പുറം കേരളത്തിൽ ഹിന്ദുക്കൾക്കിടയിൽ ചർച്ചയായി, മുസ്ലിങ്ങൾക്കിടയിൽ ചർച്ചയായി. ഈ നിയമം വന്നാൽ എന്തൊക്കെ കുഴപ്പങ്ങൾ പറ്റുമെന്ന് ഈ കേരളത്തിലെ മൊത്തവും ജനങ്ങൾ പഠിച്ചു. അതായത് നമ്മൾ ആദ്യമേ ഇവിടെ ഈ നിയമം ഭേദഗതി വരുത്തുന്നത് മുസ്ലിമിനെതിരെ ഉണ്ടാക്കുന്ന ഭേദഗതിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് പോലും ഇപ്പോൾ തിരിച്ചറിവുണ്ടായി. കാരണം പല മുസ്ലിം പ്രോപ്പർട്ടികളും ക്ലെയിം ഇട്ടു തുടങ്ങി. ഇപ്പോൾ ആലപ്പുഴയിൽ 5 ഏക്കറിനകത്ത് മുസ്ലിങ്ങളുണ്ട്, വയനാട്ടിൽ 2 കൊടുത്തതിനകത്ത് മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് മനസ്സിലായി ഇതെല്ലാവർക്കും ബാധിക്കും, മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കെയർ ഓഫിൽ അവരെ ഉപദ്രവിക്കുന്നതിനോ വേണ്ടിയുള്ള ഭേദഗതി അല്ലെന്ന് മനസ്സിലായി. ഞാനീ പറഞ്ഞത് ഇത്തരത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധ്യമാകുന്നത് കൊണ്ടാണ് ഈ മുനമ്പത്തെ വിഷയത്തിൽ ഇന്നലെ സുരേഷ് ഗോപിയായിട്ട് മാധ്യമങ്ങൾ ഞാൻ ചോദിക്കാൻ തോന്നുന്നത്, ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം നിരന്തരം മാധ്യമങ്ങളുമായി അദ്ദേഹം അത്ര രസത്തിലല്ല. അദ്ദേഹത്തിൻ്റെ ഈ പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പിണറായി വിജയനെതിരെ ആക്രോശിക്കും. സുരേഷ് ഗോപി ആ ലൈനിൽ തന്നെയല്ലേ പോകുന്നത്? ഏകദേശം പിണറായിയുടെ ഒരു രീതിയിലാണ് സുരേഷ് ഗോപിയും പോകുന്നത്. എന്തുകൊണ്ട് സുരേഷ് ഗോപി അങ്ങനെ പറയുമ്പോൾ ആളുകൾ വിമർശിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ മാധ്യമങ്ങൾ? ജോണിൻ്റെ ചോദ്യത്തിന് ഉത്തരവെന്ന് പറഞ്ഞാൽ ജോണിനെ നിരന്തരമായിട്ട് ഒരാൾ അവഗണിക്കുകയാണ്. ജോൺ അതിനെ അതിജീവിച്ച് അല്ലെങ്കിൽ മുന്നേറുക. വീണ്ടും ജോണിൻ്റെ പുറകെ നടന്ന് ജോണിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആൾക്കാർ നോക്കുമ്പോൾ സഹായിക്കാൻ വരുന്ന പോലെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ ഇത് പിണറായി വിജയൻ അനുഭവിച്ചതാണ്. പിണറായി വിജയൻ്റെ അദ്ദേഹത്തിന് ഏതാണ്ട് 82 വയസ്സ് കാലഘട്ടമുണ്ട്. അദ്ദേഹത്തിൻ്റെ മാധ്യമം അദ്ദേഹം ഇത്രയും കാലം, നമ്മൾ പിണറായിൻ്റെ കൂടെ പറയും, ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് അദ്ദേഹം എടുത്ത പണിയല്ലാതെ ഈ മാധ്യമങ്ങൾ ഒരു അനുകൂലമായിട്ട് എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും സുരേഷ് ഗോപിയെ പൊക്കി കാണിച്ചിട്ടുണ്ടോ? അയാൾ കാണിക്കുന്ന അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ രീതികൾ, ഇതെല്ലാം നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ പോഷ്കനാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തോ കാണിക്കുന്നത് മറ്റേ ഈ രീതിയിലാണ്. ഇപ്പോഴും അദ്ദേഹം അവിടെ നിന്ന് ഇവരെല്ലാം പരാജയപ്പെടുത്താൻ തുടങ്ങിയപ്പോഴും ശ്രമിച്ചപ്പോഴും മാധ്യമങ്ങളുടെ സഹായമില്ലാത്തപ്പോഴും അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം കിരീടം കൊടുത്തു. എന്തെല്ലാം ആക്ഷേപം, സ്വർണം പൂശി. അദ്ദേഹം പള്ളിയിൽ പോകുന്നു. ഇവിടെ ആരൊക്കെ പള്ളിയിൽ പോകുന്നു? യോണെ ആരൊക്കെ അമ്പലത്തിൽ പോകുന്നു? ആരൊക്കെ മുസ്ലിം പള്ളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നു? ഞാൻ ഉൾപ്പെടെ മുസ്ലിം പള്ളിയിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സുരേഷ് ഗോപി പോയപ്പോൾ എന്തെല്ലാം ആക്ഷേപം. സുരേഷ് ഗോപിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, സുരേഷ് ഗോപിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല, സുരേഷ് ഗോപിക്ക് മുസ്ലിങ്ങളുടെ ആരാധനാലയത്തിൽ പോയി, ഇതിനെല്ലാം ആക്ഷേപമാണ്. ബാക്കി ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അത്തരത്തിലുള്ള ആളല്ലെന്ന് ജനം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ ജയിപ്പിക്കുമ്പോൾ അദ്ദേഹം നടക്കുന്നതിൻ്റെ കുഴപ്പം, സംസാരിക്കുന്നതിൻ്റെ കുഴപ്പം, ഇരിക്കുന്നതിൻ്റെ കുഴപ്പം, എന്തിനാ ഇയാളുടെ പുറകെ നടക്കുന്നേ? അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മന്ത്രിയുടെ ഒരു പത്രസമ്മേളനം വരുവാണെങ്കിൽ അദ്ദേഹം വിളിച്ചു വരുത്തുമ്പോൾ നിങ്ങൾ വന്നാൽ പോരെ. അപ്പം ഇദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് വീണ്ടും ഉപദ്രവിക്കുക. ഒരു ശുദ്ധ മനസ്കനായിട്ടുള്ള ഒരാൾക്കത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ള രാഷ്ട്രീയ ഉപജീവനമായിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്കേ പറ്റത്തുള്ളൂ. ഒരു സുപ്രഭാതം വരെ അല്ലെങ്കിൽ സ്വന്തം കയ്യിലിരിക്കുന്ന അധ്വാനിക്കുന്ന പൈസ സാധാരണക്കാരനും അല്ലെങ്കിൽ ജീവകാരുണ്യത്തിനും വേണ്ടിയൊക്കെ ഉപയോഗിച്ച് അതെല്ലാം അല്ലെങ്കിൽ ആരുടെയും സഹായമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ വികാരത്തിൽ ഇടപെടേണ്ടി വരും. ഇന്നലെ തന്നെ അദ്ദേഹം ചോദിച്ചു, ഞാൻ പ്രസംഗിച്ച നിങ്ങൾ കേട്ടതല്ലേ? പിന്നെ ബാക്കിയുള്ളവർ പറയുന്നതിനെല്ലാം കൂട്ടിച്ചേർത്ത് എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നത്?
അവർ പറയുന്നത് നിങ്ങൾ കൊടുത്താൽ പോരെ, ഞാൻ പ്രസംഗിച്ച നിങ്ങൾ കേട്ടതാണല്ലോ. അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് കാര്യം, മുനമ്പം വിഷയത്തിൽ സുരേഷ് ഗോപി ഇടപെടുന്നു, ഈ മുനമ്പം വിഷയം ചർച്ചയാവുന്നു, മുനമ്പം വിഷയം വിജയത്തിലേക്ക് എത്തുന്നു. അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല. അതാണ് പ്രധാന കാരണം. അത് തന്നെയാണ് പ്രധാന കാരണം. നമ്മളീ പറയുമ്പം സുരേഷ് ഗോപിയുടെ കൂട്ടുള്ള രാഷ്ട്രീയക്കാർ നമുക്ക് ആവശ്യമാണ്. അത് ഏത് പാർട്ടി എന്നുള്ളതല്ല. അതായത് സ്വന്തം താല്പര്യം സംരക്ഷിക്കാതെ പൊതുജനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് പാർട്ടിയുടെ നേതാക്കന്മാർ നമുക്കുണ്ടാവണം. നിർഭാഗ്യവശാൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ കോൺഗ്രസിനകത്തും BJPക്കകത്തും അല്ലെങ്കിൽ CPM-നകത്തും ഒക്കെ ഇത്തരത്തിൽ നേതാക്കന്മാർ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഏറ്റെടുക്കുന്ന, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന രാഷ്ട്രീയക്കാരില്ല. സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ തിരിച്ചറിഞ്ഞിട്ടുള്ളവർ സുരേഷ് ഗോപി ഇറങ്ങി നിന്നാൽ, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാൽ ചതിക്കപ്പെടത്തില്ല എന്നിവിടുത്തെ ജനം കൂടുതൽ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ജോണെ സുരേഷ് ഗോപിക്കെതിരെ CPM ഉണ്ട്, സുരേഷ് ഗോപിക്ക് എവിടെ കോൺഗ്രസ് ഉണ്ട്, സുരേഷ് ഗോപിക്ക് എവിടെ മുരളിയുണ്ട്, സുരേഷ് ഗോപിക്കെതിരെ സുനിൽകുമാറുണ്ട്, സുരേഷ് ഗോപിക്കെതിരെ എല്ലാവരുമുണ്ട്, മാധ്യമങ്ങളുണ്ട്. മാധ്യമങ്ങൾ മറച്ചു വെച്ചിരുന്ന ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ചയാക്കി കൊണ്ടുവന്നത് സുരേഷ് ഗോപിയാണ്. മാധ്യമങ്ങൾക്ക് അവിടെ പോവാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി, ചെല്ലാത്ത മാധ്യമങ്ങളുടെ കോലം കത്തിക്കുന്ന അവസ്ഥയായി, ചെല്ലാത്ത മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുന്ന അവസ്ഥയായി. അപ്പോൾ ഇപ്പോൾ അവിടെ ചെന്ന് നിന്ന് ഇഷ്ടമില്ലാതെ പോലും റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ വൈരാഗ്യം, അതിൻ്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് വേണ്ട എന്ന് പുറയിൽ നടന്ന് വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ പ്രതികരിച്ചത്. അല്ലാതെ സുരേഷ് ഗോപി എനിക്ക് മനസ്സിലാവുന്നിടത്തോളം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.